श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय. രാവണ മാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു. വിദ്വേഷബുദ്ധിയ രാമൻ തന്നെ പ്രാപിക്കണം, അല്ലാതെ ഭക്തി കൊണ്ട് എന്നിൽ ഭഗവാൻ പ്രസാദിക്കുകയില്ല എന്ന് നിരൂപിച്ചിട്ട് ഇങ്ങനെ രാത്രിയും കഴിഞ്ഞിതു. ചിത്രഭാനുവും സൂര്യൻ ഉദയാദ്രിമൂർധനി ഉദയപർവ്വതത്തിൻ്റെ മൂർധാവിൽ വന്നു. സൂര്യൻ ഉദിച്ചു എന്നർത്ഥം. ഉടനെ തന്നെ രാവിലെ ആയ ഉടനെ തന്നെ തേരതിലേറിയിടിനാൻ ദേവസഞ്ചയ വൈരി. ദേവന്മാരുടെ ശത്രുവായ ആ രാവണൻ തേരിൽ കയറി പാരാതെ, ഒട്ടും നേരം കളയാതെ പാരാവാര പാരമാം തീരം. ലങ്ക സമുദ്രത്തിന് അങ്ങേക്കരയിലാണ്. അപ്പോൾ ആ പാരാവാര സമുദ്രത്തെ കടന്നു ഇക്കരെ വന്നു. അവിടെയാണ് മാരീചൻ താമസിക്കുന്നത്. അങ്ങനെ പാരമാം തീരം തത്ര മാരീചാശ്രമം. മാരീചൻ ഒരു ആശ്രമമൊക്കെ കെട്ടിയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം മുൻപ് ആ ഭഗവാന്റെ സായകം അമ്പ് ഏൽക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. അതിനുശേഷം വലിയ ശ്രീരാമ ഭക്തനായിട്ട് ഒരു സന്യാസ ജീവിതം എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് മാരീചൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ മാരീചാശ്രമം എന്ന് പറഞ്ഞത്. അവിടെ പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ. ഇങ്ങനെ കാര്യഗൗരവത്തോടും അവിടെ മാരീചനെ കുറിച്ച് പറയുകയാണ്. വളരെ ഗൗരവമായിട്ട് മൗനവും പൂണ്ട് ജടാവൽക്കലാദിയും ധരിച്ച് ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ച് സമാധി പൂണ്ട് ആമോദത്തോടു മരുവീടിന മാരീചനും. ഇങ്ങനെയൊക്കെ വളരെ സമാധാനപൂർവം ആനന്ദത്തോടെ ഇരിക്കുകയാണ് മാരീചൻ. പക്ഷേ ആ സമയത്താണ് രാവണൻ അവിടെ വരുന്നത്. ലൗകികാത്മന, ഇവിടെ പൂർണ്ണമായും ആനന്ദ അനുഭവത്തിൽ സമാധിയിലിരിക്കുന്ന മാരീചൻ്റെ അടുത്ത് തികച്ചും ലൗകികമായ ഒരു കാര്യവും കൊണ്ട് ഗൃഹത്തിങ്കലാഗതനായ ആരാണ്? ലോകോപദ്രവകാരിയായ രാവണൻ. ആ രാവണൻ തന്നെ കണ്ട് സംഭ്രമത്തോടെ, കാരണം വെറുതെ ഒന്നും വരില്ല, വരുന്നത് തീർച്ചയായും ആരെയെങ്കിലും ഉപദ്രവിക്കാനായിരിക്കും. അതാണ് ലോകോപദ്രവകാരിയായ രാവണൻ വന്നപ്പോൾ സംഭ്രമത്തോടെ ഉത്ഥാനം ചെയ്തു. എന്നാൽ ബന്ധുവാണ്, അതുകൊണ്ട് ഉത്ഥാനം ചെയ്ത ഉടനെ പൂണ്ടുകൊണ്ട് നേരെ കെട്ടിപ്പിടിച്ച് തൻ മാറിലണച്ച് ആനന്ദാശ്രുക്കളോടും, എന്നാൽ ബന്ധുവാണ്, അതിൻ്റെ ഒരു സ്നേഹമൊക്കെ ഉണ്ട്, അതുകൊണ്ടുള്ള സന്തോഷത്താൽ പൂജിച്ചു, യഥാവിധി മാനിച്ചു. ദശകണ്ഠൻ യോജിച്ചു. ദശകണ്ഠന് അപ്പോൾ സന്തോഷമായി. ചിത്തം അപ്പോൾ ആ മനസ്സ്, ദശകണ്ഠൻ്റെ രാവണൻ്റെ മനസ്സ് സന്തോഷമായി ഇരിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനം ഇത്, ഏകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. എന്തോ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ടാണ് ഈ വരവ് എന്നെനിക്ക് മനസ്സിലായി. എന്താണ് കാര്യം? ചൊല്ലുക, രഹസ്യമല്ലെങ്കിലോ. രഹസ്യമല്ല എങ്കിൽ എന്നോട് പറയുക. ഞാനും തവ നല്ലത് വരുത്തുവാൻ ഉള്ളതിൽ മുമ്പനല്ലോ. എപ്പോഴും എന്തിനും രാവണന് നല്ലത് വരുത്താൻ മാത്രമേ ഞാൻ മുന്നിൽ നിന്നിട്ടുള്ളൂ. അങ്ങനെ നിന്നവരിൽ മുമ്പൻ ഞാനല്ലോ. എന്നാൽ ഒരു കാര്യം മുന്നേ പറയുകയാണ്, ന്യായമായിട്ട് നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം, ആരെയും ഉപദ്രവിക്കാനല്ല, നിനക്ക് അല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള ഉപകാരം വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത് നിഷ്കൽമഷമായിരിക്കണം, ആരെയും ഉപദ്രവിക്കുന്നതാവരുത് എന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ. അവിടെയും
മായ വ്യാജ പ്രവർത്തനം ഒന്നുമില്ലാതെ നേരാവണ്ണം ചെയ്യാനാണെങ്കിൽ മടിയില്ല എനിക്കേതും, എനിക്ക് മടിയില്ല. ഇങ്ങനെ മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്ക് നിന്നെപ്പോലെ മുട്ടും നേരം. അതായത് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് നീയാണൊരാശ്രയം. ഇനി കാര്യം പറയുകയാണ്. സാകേത അധിപനായ രാജാവ് ദശരഥൻ ലോകൈക അധിപൻ. ഇങ്ങനെയുള്ള ദശരഥൻ്റെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാർ എന്നിരുവരും ഇത് കാലം ഇപ്പോൾ അവരെവിടെയുണ്ട്? കോമളഗാത്രിയായൊരങ്കനാരത്നത്തോടും നല്ലൊരു സുന്ദരിയായ ഭാര്യയോടൊത്ത് ദണ്ഡകാരണ്യേ വന്നു വാഴുന്നു. ഇതവർ ബലാൽ എന്നുടെ ഭഗിനിതൻ നാസികാ കുജങ്ങളും കർണവും ഛേദിച്ചത് കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000. എന്നാൽ അവരെയും നിന്ന് താൻ ഏകനായിട്ടെതിർത്തു. ഒറ്റയ്ക്കാണ് ശ്രീരാമചന്ദ്രൻ അവരെ എതിർത്തത് രണത്തിങ്കൽ. എന്നിട്ട് കൊന്നിതു 3.25 നാഴിക കൊണ്ട് രാമൻ. തൽ പ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവൻ. അതിന്നു നീ. എനിക്ക് ആ സീതയെക്കുറിച്ച് കേട്ടപ്പോൾ അത്യധികമായ ഒരു ആസക്തി. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നീ എന്നെ സഹായിക്കണം. എന്താണ് വേണ്ടത്? ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്ന്, സ്വർണവർണം പൂണ്ട ഒരു മാനായിട്ട് അടവിയിൽ ആ കാട്ടിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. അപ്പോൾ സ്ത്രീകളെ മയക്കാൻ ഏറ്റവും നല്ലത് സ്വർണമാണെന്ന് പണ്ടേ പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ സ്വർണമാനായിട്ട് പോയി നീ സീതയെ മോഹിപ്പിക്കണം. അങ്ങനെ രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. എന്നാൽ വാമഗാത്രിയെ, അപ്പോൾ സുന്ദരിയായ ആ സീതയെ കൊണ്ടു ഞാൻ പോന്നിടുവൻ. ഞാൻ കൊണ്ടുവന്നേക്കാം. എനിക്ക് അതാണ് വേണ്ടത്. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടും. നീ എന്നെ ഈ വിധത്തിൽ സഹായിക്കുകയാണെങ്കിൽ എൻ്റെ മനോരഥം, മാമകം മനോരഥം സാധിച്ചിടും. ഇല്ല സംശയം, എനിക്കൊരു സംശയവുമില്ല. കാരണം നീ ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൽ വിജയിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. പങ്ക്തികന്ധര വാക്യം കേട്ട്, പങ്ക്തികന്ധരൻ രാവണൻ്റെ വാക്യം കേട്ട് മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണം ഉര ചെയ്താൻ. ആകെ ഭയപ്പെട്ടു. എന്തോ ഏടാകൂടമാണെന്ന് തോന്നിയിരുന്നു. എന്നാൽ ഇത് ഇത്ര വലിയ ഒരു പ്രതിസന്ധി തനിക്ക് തരുമെന്ന് മാരീചൻ വിചാരിച്ചതേയില്ല. ആരെ ധ്യാനിച്ചുകൊണ്ടാണോ ആനന്ദമായിട്ട് ഞാൻ ഇരിക്കുന്നത്, അതേ രാമനെ തന്നെ കബളിപ്പിക്കാനാണിപ്പോൾ പറയുന്നത്. അങ്ങനെ രാവണനോട് ചോദിക്കുകയാണ്, ആരുപദേശിച്ചിതു? നിന്നോട് ആരാ ഇതൊക്കെ ഉപദേശിച്ചത്? മൂലനാശനമായ കാര്യം, നിന്റെ വംശനാശം വരുത്താൻ തക്കതായ ഈ ഒരു കാര്യം ആരാണ് ഉപദേശിച്ചത്? ആരായാലും ശരി, നിന്നോട് ഈ കാര്യം നിന്നോട് ഉപദേശിച്ച അവൻ നിന്നുടെ ശത്രുവല്ലോ, നിന്നോട് ശത്രുവാണ്. കാരണം നീ നശിച്ച് കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ മാത്രമേ ഇത്തരത്തിൽ നിന്നെ ഉപദേശിക്കുകയുള്ളൂ. അതാരാണോ അവൻ നിന്റെ ശത്രു തന്നെയാണ്. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാണ്. അതായത് നീ നശിച്ച് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ശത്രുവാണ് അവൻ. ഇനി ഞാൻ പറയാം എന്താണ് നിനക്ക് നല്ലത്. നല്ലത് നിനക്ക് ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കീ തൊഴിലറിയുക നീ. ഇപ്പോൾ ഈ പറഞ്ഞത് അത്രയും വിഡ്ഢിത്തമായ കാര്യമാണ്. നിന്റെ നാശത്തിന് നീ തന്നെ വഴിവെച്ചു കൊടുക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ഇത് നിനക്ക് നല്ലതല്ല. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട് അകതാരിൽ, അന്ന് ശ്രീരാമചന്ദ്രനെ ഉപദ്രവിക്കാൻ പോയതിന് ശേഷം ആ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട് മാമകെ, എൻ്റെ ഉള്ളിൽ രാ എന്ന് തുടങ്ങുന്ന വാക്കുകളെ എനിക്ക് പേടിയാണ്. രാജരത്നം, രമണി, രഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം. ഇവിടെ പേടി മാത്രമല്ല ഭക്തിയുമുണ്ട്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ആനന്ദത്തോടെ ഇരിക്കുകയായിരുന്നു മാരീചൻ എന്ന്.
രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. നിനക്കിപ്പോൾ നല്ല രീതിയിൽ ആ രാജ്യം ഭരിച്ച് മിണ്ടാതിരുന്നാൽ പോരെ, എന്തിനാണ് സ്വന്തം കുഴി തോണ്ടുന്നത്? രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ സാധാരണക്കാരനല്ല, പരമാത്മാവ് തന്നെ രാമൻ. ഞാൻ അതിൻ പരമാർത്ഥം അറിഞ്ഞേൻ, ഞാനത് അറിഞ്ഞ ആളാണ്, കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞ് പണ്ട് ഓരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭു. ഞാൻ നേരിട്ടറിഞ്ഞതാണ്. മാത്രമല്ല നാരദാദി മുനിമാർ പല രീതിയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമുണ്ട്. ഇനി നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പത്മസംഭവൻ ബ്രഹ്മാവ് മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ ശ്രീനാരായണൻ മഹാവിഷ്ണു അരുൾ ചെയ്തിതു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുകെന്നതു കേട്ടു. അപ്പോൾ ബ്രഹ്മാവ് പരാതി പറയാൻ പോയപ്പോൾ മഹാവിഷ്ണു ചോദിച്ചിരുന്നു, എന്താ ഞാൻ വേണ്ടത് എന്ന്. അപ്പോൾ ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു പ്രാർത്ഥിച്ചു, ദയാനിധേ നിൻ തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ട് പങ്ക്തിഗന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. രാവണ, നിന്നെ കൊല്ലാനുള്ള വരമാണ് ബ്രഹ്മാവ് ചോദിച്ചത്. അങ്ങനെ തന്നെ എന്ന് സമയം ചെയ്തു നാഥൻ. അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്ത ആളാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവാണ് ഇപ്പോൾ രാമനായി വന്നിരിക്കുന്നത്. മംഗളം വരുത്തുവാൻ. എന്തിനു വേണ്ടി? ദേവതാപസർക്കെല്ലാം മംഗളം വരുത്തുവാൻ. നിന്നെ കൊണ്ടുള്ള ശല്യം സഹിക്കാതെ. അത് ദേവന്മാർക്കും താപസന്മാർക്കുമാണ് കൂടുതൽ ദോഷകരമായത്. അതുകൊണ്ട് അവർക്ക് മംഗളത്തെ വരുത്തുവാൻ ശ്രീരാമചന്ദ്രനായി വന്നു. മാനുഷനല്ല രാമൻ, സാക്ഷാൽ ശ്രീനാരായണൻ താനെന്ന് ധരിച്ച് സേവിച്ചു കൊള്ളുക ഭക്തിയ. ഞാൻ ഉപദേശിക്കുകയാണ്, നീ സേവിക്കൂ. കാരണം ഭക്തി കൊണ്ട് ആ ഭഗവാൻ അനുഗ്രഹിക്കും നിന്നെ. അതുകൊണ്ട് പോയാലും നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക. പുരം പൊക്കു സുഖിച്ചു വസിക്ക. നീ നല്ല സുഖമായിട്ട് ജീവിക്കുകയല്ലേ രാവണ. എന്തിനാണ് ഈ വേണ്ടാത്ത ഓരോ കാര്യത്തിന് ഇടപെടുന്നത്? എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ സാക്ഷാൽ നാരായണൻ അത്രയും കരുണാമയനാണ്. നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിന്നെ കൊല്ലാനാണ് വന്നതെങ്കിലും നീ പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ആ ഭഗവാൻ പോലും നിന്നിൽ പ്രസാദിക്കും. ഭക്തവത്സലനാണ്, ഭജനീയൻ, ഈശ്വരൻ, നാഥൻ. മാരീചൻ പറഞ്ഞത് കേട്ട് രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞത് നിർമ്മലനല്ലോ ഭവാൻ. നീ പറഞ്ഞത് സത്യമാണ്, എനിക്കറിയാം. എന്നാൽ രാവണൻ വളരെ വിചിത്രമായൊരു ചോദ്യം ചോദിക്കുകയാണ്. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോത്ഭവൻ തന്നോട്, അരവിന്ദോത്ഭവൻ ബ്രഹ്മാവിനോട് ആ പരമാത്മാവ് സത്യം ചെയ്തു, മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ. അങ്ങനെ സത്യം ചെയ്തല്ലോ. അങ്ങനെ ഭഗവാൻ ഭാവിച്ചത് അങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ സത്യസങ്കല്പനാണ് ഭഗവാൻ. അതായത് എന്തെങ്കിലും ഒന്ന് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അങ്ങനെയുള്ള ഭഗവാൻ താനെങ്കിലോ, ഭഗവാൻ സത്യസങ്കല്പനാണ്, പറഞ്ഞത് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് ചെയ്തിരിക്കും. അപ്പോൾ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഭഗവാൻ എന്നെ കൊല്ലുമെന്ന്. എങ്കിൽ പിന്നെ ഔവണ്ണമല്ലെന്നാക്കുവാൻ ആളാരടോ. പിന്നെ എന്ത് നമ്മൾ കളിച്ചാലും ഭഗവാൻ എന്നെ കൊല്ലുമെന്ന് ഉറപ്പിച്ചാൽ പിന്നെ കൊല്ലുകയില്ലേ? അതിന് എന്തെങ്കിലും മാറ്റം വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതാണ് രാവണൻ ചോദിക്കുന്നത്. നന്നു നിൻ അജ്ഞാനം, സത്യത്തിൽ നീയാണ് അജ്ഞാനി. ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും. നീ ഇങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. കാരണം എന്നെ കൊല്ലാനാണ് വന്നതെങ്കിൽ അത് സാധിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എന്നെ കൊണ്ട് ഈ ചെയ്യിക്കുന്നതും ആ വഴി തെളിയിക്കുന്നതും ഭഗവാൻ തന്നെ ആയിരിക്കുമല്ലോ. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ സങ്കല്പം പൂർത്തിയാക്കാൻ ഞാനും അങ്ങോട്ട് ഒരു വഴി തെളിയിച്ചു കൊടുക്കുകയാണ്. ഒരു കാരണവശാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല. ചെന്ന് മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം, നീ കൊണ്ടുവരിക തന്നെ വേണം. ഉത്തിഷ്ഠ മഹാഭാഗ, എത്രയും പെട്ടെന്ന് എഴുന്നേറ്റു പോകൂ.
പൊന്മാനായി ചമഞ്ഞു ചെന്ന് എത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. നീ ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുക. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ. നീ വേറെ ഒന്നും ചെയ്യണ്ട, നീ ആരെയും ഉപദ്രവിക്കുന്നില്ല, ചെയ്യുന്നത് ഞാനല്ലേ, പിന്നെ എന്താണ് പ്രശ്നം? അതുകൊണ്ട് നീ ചെന്ന് അവിടെ സീതയെ മോഹിപ്പിക്കുക, ബാക്കി ഞാൻ ചെയ്തു കൊള്ളാം. രാമലക്ഷ്മണന്മാരെ അകറ്റുക, ബാക്കി ഞാൻ ചെയ്തു കൊള്ളാം. അന്നേരം തേരിലേറ്റി ഞാൻ സീതയെയും കൊണ്ട് ഇങ്ങു പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ സുഖമായിട്ട് വന്നുകൊള്ളുക, നീ വാഴുക. ഒന്നിനി മറുത്ത് നീ ഉര ചെയ്യുന്നാകിൽ എന്നുടെ വാൾക്ക് ഊണാക്കിയിടുന്നതുണ്ടിന്ന് തന്നെ. നീ ഇനി എന്തെങ്കിലും മറുത്തു പറഞ്ഞാൽ എൻ്റെ വാളിന് നീ ഊണാകുമെന്നാൽ നീ ഇരയാകിത്തീരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്നത് കേൾക്കുക എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനും. ഇത് കേട്ടപ്പോൾ മാരീചൻ വിചാരിച്ചു, നന്നല്ല ദുഷ്ടായുധമേറ്റ് നിര്യാണം വന്നാൽ. ദുഷ്ടന്മാരുടെ ആയുധമേറ്റ് മരിച്ചാൽ പോലും അത് പാപമായി തീരും. അപ്പോൾ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. അപ്പോൾ ഞാൻ നരകത്തിൽ പോയി കിടക്കേണ്ടി വരും. അതിലും നല്ലത് പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ. അപ്പോൾ രാമൻ എന്നെ കൊല്ലുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ ഇത് തനിക്കും മരിക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിരിക്കാം. അതും ശ്രീരാമചന്ദ്രൻ്റെ ആ അമ്പ് കൊണ്ടിട്ടെങ്കിലും എനിക്ക് മരിക്കാൻ സാധിക്കുമെങ്കിൽ അത് പുണ്യമായി തീരും എന്ന് ചിന്തിച്ച് ആമോദം പൂണ്ടു പുറപ്പെട്ടാലും എന്നാൽ പിന്നെ ശരി നമുക്ക് പോകാം എന്ന് ചൊന്നാൻ. രാക്ഷസരാജ, ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി. ശരി ഭവാൻ, നീ ആജ്ഞാപിച്ചതുപോലെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. എന്നെ സാക്ഷാൽ ശ്രീരാമൻ രക്ഷിച്ചു കൊള്ളട്ടെ എന്നുര ചെയ്ത് വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. അങ്ങനെ ഒരു പൊന്മാനായി തീർന്നിട്ട് പങ്ക്തിഗന്ധരൻ തേരിൽ അമ്മാറ് കരയേറിനാൻ. രാവണൻ വന്ന ആ തേരിൽ തന്നെയാണ് മാരീചനും കയറിയത്. ഇവിടെ എഴുത്തച്ഛൻ പറയുകയാണ്, ഈ മാരീചൻ കയറിയതിൻ്റെ പുറകെ ചെന്താർ ബാണനും തേരിലേറിനാൻ. ചെന്താർ ബാണൻ കാമദേവൻ. കാരണം കാമദേവനാൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ് രാവണൻ. അത് പറയാൻ വേണ്ടി പറയുകയാണ്. ചെന്താർ ബാണനും തേരിലേറിനാൻ അതു നേരം. ഇവിടെ ആ പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയും കൂടെയാണ് അടുത്ത വരി. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ, അത്രയും സുന്ദരിയായ സീതാദേവിയെ തന്നെ ഉള്ളിൽ ചിന്തിച്ച് ദശാസ്യനും അന്ധനായി ചമഞ്ഞിതു. പ്രണയം വന്നാൽ കണ്ണ് കാണില്ല എന്ന് പറയും. അങ്ങനെ അന്ധനായ പോലെയായി മാരീചൻ മനോഹരമായൊരു പൊന്മാനായി. ചാരുപുള്ളികൾ, വെള്ളികൊണ്ട് നേത്രങ്ങൾ, നല്ല പുള്ളികളുള്ള, ഒപ്പം കണ്ണുകളാണെങ്കിൽ വെള്ളി കൊണ്ടാണോ ഉണ്ടാക്കിയത് എന്ന് തോന്നുന്ന അത്രയും തിളക്കമുള്ള കണ്ണുകൾ, നീലക്കൽ കൊണ്ട് ചേർത്ത് മുഗ്ധഭാവത്തോടോരോ. അവിടെ ആ വെള്ളി നിറത്തിലുള്ള കണ്ണിൻ്റെ ഉള്ളിലുള്ള ഒരു കൃഷ്ണമണിയാകട്ടെ നല്ല നീലക്കല്ല് പോലെയാണ്, തിളങ്ങുകയാണ്. എന്നിട്ട് മുഗ്ധഭാവത്തോടെ, ആരെയും മോഹിപ്പിക്കുന്ന ഭാവത്തോടെ ഓരോ ലീലകൾ കാട്ടി കാട്ടിൽ ഉൾപ്പൊക്കും, പിന്നെ വേഗേന പുറപ്പെട്ടും ഇടക്ക് മറഞ്ഞു പോകും, പിന്നെ വീണ്ടും തുള്ളിച്ചാടി വരും. ഇങ്ങനെ പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന, ആർക്കും ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ളൊരു ഭാവത്താൽ ദൂരെ പോയി നിന്ന് കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ, അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്ന ആ ആശ്രമത്തിൽ വന്ന് സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. ഇത് തന്നെയായിരുന്നു വേണ്ടതും. അങ്ങനെ സീത കണ്ട് ആശ്ചര്യപ്പെട്ടു. രാവണ വിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ. എന്നാൽ ശ്രീരാമചന്ദ്രൻ എല്ലാം മനസ്സിലാക്കി രാവണൻ വരാറായിരിക്കുന്നു. അങ്ങനെ രാവണന്റെ ചേഷ്ടിതമൊക്കെ അറിഞ്ഞ രഘുനാഥൻ സീതാദേവിയോട് അരുൾ ചെയ്താൻ ഏകാന്തേ. അത് ലക്ഷ്മണൻ പോലും കേട്ടില്ല എന്നാണ്. അതാണ് ഏകാന്തേ.
പറയുകയാണ് ദേവിയോട്, കാന്തേ കേൾ നീ, രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ. എത്രയും പെട്ടെന്ന് രാവണൻ ഇവിടെ എത്തും. അതുകൊണ്ട് സീതാദേവി, നീ ഒരു കാര്യം വേണം, അതിന് മടിയാതെ മായാസീതയെ, നിന്റെ യഥാർത്ഥ രൂപത്തെ നീ ഇവിടുന്ന് മാറ്റണം. ഇവിടെ ഒരു മായാസീതയെ കൽപ്പിച്ച് നീ വെക്കണം, പർണശാലയിൽ നിർത്തിയിടണം. എന്നിട്ട് ദേവി വഹ്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക, നീ അഗ്നികുണ്ഠത്തിൽ കുറേ നാൾ അങ്ങനെ ഇരിക്കണം. ധന്യേ, എപ്പോൾ രാവണവധം കഴിഞ്ഞുകൂടുവോളം, രാവണൻ മരിക്കുവോളം ദേവി ആ അഗ്നിയിൽ തന്നെ കഴിയണം. ആശ്രയാശങ്കൽ, അതായത് അഗ്നിയിലിങ്കൽ ഒരാണ്ട്, ഒരു വർഷം ഇരിക്കണം എന്ന് വെച്ചാൽ ഇനി രാവണൻ വധിക്കപ്പെടണമെങ്കിൽ ഇനിയുമുണ്ടൊരു വർഷം. അത്രയും കാലം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം, ഈ ധർമ്മം എന്തിനു വേണ്ടിയാണോ ഞാൻ അവതരിച്ചത് ആ ധർമ്മത്തെ രക്ഷിക്കാൻ ദേവി അഗ്നിയിൽ മറഞ്ഞിരിക്കണം. രാമചന്ദ്രോക്തി കേട്ട് ജാനകീദേവി താനും കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വഹ്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയപ്പോൾ. മഹാവിഷ്ണുവിൻ്റെ മായാസ്വരൂപിണിയായ ആ ആദിപരാശക്തിയായ ദേവി ഇപ്പോൾ അഗ്നിമണ്ഡലത്തിൽ തന്നെ സ്വയം ഒളിപ്പിച്ചു വെച്ചു. അവിടെ പർണശാലയിൽ മായാസീതയെ പ്രതിഷ്ഠിച്ചു, അല്ലെങ്കിൽ അവിടെ മായാസീതയെ ഉണ്ടാക്കി. പുറത്തു നിന്നുള്ളവർക്ക് അത് സീതയാണ് എന്ന് തോന്നുന്ന വിധത്തിൽ ആ മായാസീത അവിടെ പെരുമാറാൻ തുടങ്ങി. മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ട് മായാസീതയും രാമചന്ദ്രനോട് ഉര ചെയ്താൾ. ഭർത്താവെ, കണ്ടിയില്ലയോ, കനകമയ മൃഗം, സ്വർണമയമായിട്ടുള്ള മൃഗം, എത്രയും ചിത്രം, വളരെ ആശ്ചര്യം തോന്നുന്നു. രത്നഭൂഷിതം ഇതം, രത്നങ്ങൾ പതിപ്പിച്ചതുപോലെയുണ്ട്. പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു. ഒരു പേടിയുമില്ലാതെ അടുത്തു വന്നൊക്കെ ഇങ്ങനെ ഇണങ്ങുന്നുണ്ടല്ലോ. മെരുക്കമുണ്ട് എത്രയുമെന്ന് തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിത്. നമുക്ക് നമ്മുടെ ആശ്രമത്തിൽ ഈ മാൻ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, നേരം പോക്കിന് നല്ലതായിരിക്കും. നമുക്കിന്ന് വിളിച്ചിടുക, വരുമെന്ന് തോന്നുന്നു നൂനം, കാരണം ആ ഒരു പരിചയം കാണിക്കുന്നത് കൊണ്ട്. ഇനി അഥവാ സ്വയമേവ വരുന്നില്ലെങ്കിൽ പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗത്പതേ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ കണ്ടു, ഈ സീത മായാസീതയാണ്. ഈ മായാസീതയാകുന്ന ആ മൈഥിലി വാക്യം കേട്ട് രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ. അതായത് ഞാൻ മാനിനെ പിടിക്കാൻ പോവുകയാണ്, ലക്ഷ്മണനോട് പറഞ്ഞു നീ ഇവളെ കാത്തുകൊള്ളണം. യാതുധാനന്മാരുണ്ട്, രാക്ഷസന്മാരുണ്ട് കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്ത് ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അങ്ങനെ ആ മൃഗത്തെ പിടിക്കാൻ പോയി. എന്നാൽ അടുത്ത് ചെല്ലുന്നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞ് അടുത്തുകൂടാ, അതായത് അടുത്ത് എത്തിയെന്ന് കാണുമ്പോൾ വേഗത്തിൽ ഓടിക്കളയും. എന്നാൽ അടുത്തുകൂടാ, എനിക്ക് പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. അന്നേരം തോന്നും ഇപ്പോൾ എളുപ്പത്തിൽ കിട്ടുമെന്ന്. എന്നാൽ അപ്പോൾ പടുത്വമോട്, വളരെ സാമർഥ്യത്തോടെ ദൂരെ കുതിച്ച് ചാടും. അപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം, ആശ്രമത്തിൽ നിന്ന് ഇങ്ങനെ കളിപ്പിച്ച് ഒരുപാട് ദൂരെ അങ്ങായി. ഇനി എങ്ങനെ പിടിക്കുന്നു, വേഗമുണ്ട് ഇതിനേറ്റം, ഇതിന് ഈ മാനിന് നല്ല വേഗമുണ്ട് എന്ന് ഉറച്ച് ആശ വിട്ടു. അതായത് കൈ കൊണ്ടുപോയി പിടിക്കാമെന്ന ആശ വിട്ടിട്ട് രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അത് കൊണ്ടിട്ട് ഭൂമിയിൽ വീണ നേരം വൻമല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. അങ്ങനെ
തൻ്റെ ആ യഥാർത്ഥ രൂപം പുറത്തേക്ക് വന്നു. മാരീചൻ തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ, ഓ അപ്പോൾ മാരീചനാണ് ഇത്. എന്നിട്ട് ലക്ഷ്മണൻ ഒരു പക്ഷേ വിലക്കിയിട്ടുണ്ടാകാം, അതാണ് ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേ എന്ന് രഘുനാഥനും നിരൂപിച്ചു. ലക്ഷ്മണൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാകണം, ഇത് സാധാരണ മാൻ അല്ല, രാക്ഷസനോ മറ്റോ ആണ് എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെ ബാണമേറ്റ് അവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാൻ. അയ്യോ പാപം! അവിടെ കരയുമ്പോൾ വിളിക്കുന്നത് ശ്രീരാമചന്ദ്രൻ വിളിക്കുന്നത് പോലെ, ഹാ ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാ ഹാ മേ വിധിബലം പാഹിമാം ദയാനിധേ. അപ്പോൾ ഇങ്ങനെ സീതയെയും ലക്ഷ്മണനെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കരച്ചിൽ കൊടുക്കുന്നത്. ആതുരനാദം കേട്ട് ലക്ഷ്മണനോട് ചൊന്നാൾ. അങ്ങനെ ഈ കരച്ചിൽ കേട്ടിട്ട് സീത ലക്ഷ്മണനോട് പറയുകയാണ്, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ, അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയില്ലേ, ജ്യേഷ്ഠൻ കരയുന്നത് കേട്ടിയില്ലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുൻപേ രക്ഷിച്ചുകൊള്ളുക ചെന്ന് ലക്ഷ്മണ മടിയാതെ, രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിൽ അയ്യോ. അപ്പം ഇങ്ങനെയൊക്കെ സീതാദേവി ആകെ വെപ്രാളപ്പെട്ടപ്പോൾ ലക്ഷ്മണൻ അത് കേട്ട് ജാനകിയോട് ചൊന്നാൻ, ദുഃഖിയായിക ആര്യേ ദേവി, ജ്യേഷ്ഠത്തി ദേവി ദുഃഖിക്കരുത്, കേൾക്കണം മമ വാക്യം, എൻ്റെ വാക്കിനെ കേൾക്കുക. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ, നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അപ്പോൾ ഇവിടെ വന്നത് മാരീചനാണ് പൊന്മാനായിട്ട് വന്നത്. അവൻ നല്ല ചോരനാണ്, അവൻ കള്ളനാണ്. എത്രയുമേവം കരഞ്ഞത് അവൻ തന്നെയാണ്, അവൻ മായാവിയാണ്, അവന് ഏത് ശബ്ദത്തിലും കരയാൻ സാധിക്കും. അതുകൊണ്ട് ഇത് കേട്ടിട്ട് അന്ധനായി ഞാനും ഇത് കേട്ട് പോയി അകലുമ്പോൾ, ഞാൻ ഇവിടെ നിന്ന് അകലുമ്പോൾ നിൻ തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. ഇത് മാരീചനും രാക്ഷസനും പങ്ക്തിഗന്ധരൻ രാവണനും ചേർന്ന് മുൻകൂട്ടി നടത്തിയ ഒരു പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. ഇതൊരു നാടകമാണ്, ദേവി ഇതിൽ വീഴരുത്. അതാണ് പങ്ക്തിഗന്ധരൻ തനിക്ക്, ദേവിയെയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്തിഗന്ധരൻ തനിക്ക്, അതിനുള്ള അപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നു. അങ്ങനെ കൊണ്ടുപോകും എന്നത് അപകടകരമായ അവസ്ഥയാണ്, അത് മനസ്സിലാക്കാതെ. അത്രയല്ല, അത് മാത്രമല്ല, ദേവി ഒരു കാര്യം ശ്രദ്ധിക്കണം, ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ദേവി എന്താ ജ്യേഷ്ഠൻ്റെ മാഹാത്മ്യം മറന്നുപോയോ? ഈ ലോകത്തിലുള്ള ഒരാൾക്കും ജ്യേഷ്ഠനെ ജയിക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഇനി അഥവാ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ പോലും ആർത്തനാദവും മമ ജ്യേഷ്ഠൻ ഉണ്ടാകയില്ല. എൻ്റെ ജ്യേഷ്ഠൻ ഇതുപോലെയൊന്നും നിലവിളിക്കില്ല. രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും ഇത് അവരുടെ മായയാണ്. വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. സാക്ഷാൽ വിശ്വനായകനാണ് എൻ്റെ ജ്യേഷ്ഠൻ. ആ ജ്യേഷ്ഠൻ കോപിക്കുകയാണെങ്കിൽ അരക്ഷണം കൊണ്ട് ഈ വിശ്വത്തെ മുഴുവൻ സംഹരിക്കും. പിന്നെയാണോ മാരീചൻ? അതാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജ്യേഷ്ഠത്തി ഇങ്ങനെ ഒരു തികച്ചും അബലകളായ സ്ത്രീകളെ പോലെ കരയരുത്. ഭഗവാന്റെ, അതായത് രാഘവൻ്റെ ജ്യേഷ്ഠൻ്റെ മാഹാത്മ്യത്തെ മറന്നു പോവരുത്. ജ്യേഷ്ഠൻ അങ്ങനെയൊന്നും ചെയ്യുകയില്ല. ജാനകി അത് കേട്ട് കണ്ണുനീർ തൂകി മാനസേ വളർന്നൊരു ഖേദ കോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അതുനേരം. ലക്ഷ്മണനെ നോക്കിയിട്ട് വളരെ കാർക്കശ്യത്തോടുകൂടെ ക്രുദ്ധയായിട്ട് ദേവി സംസാരിക്കുകയാണ്. രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി. എനിക്ക് തോന്നുന്നു നീയും ഒരു രാക്ഷസനാണ്. നിന്റെ വംശം, നീ മനസ്സുകൊണ്ടൊരു രാക്ഷസനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീ ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ. നിനക്ക് നിന്റെ ജ്യേഷ്ഠൻ്റെ നാശമാണ് നിനക്ക് വേണ്ടത് എന്ന് തോന്നുന്നു.
തവ ചേതസി ദുഷ്ടാത്മാവേ, ഞാനിത് ഓർത്തിയില്ലയല്ലോ, എനിക്കിതൊന്നും മനസ്സിൽ കാണാൻ സാധിച്ചില്ലല്ലോ. രാമനാശകാംക്ഷിതനാകിയ, അപ്പോൾ ഇവിടെ ഭരതനെയും കുറ്റപ്പെടുത്തുകയാണ്. ഭരതൻ ഒന്നും അറിഞ്ഞതല്ല, പക്ഷേ ഇതാണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ എല്ലാം ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പറയുക, അത് എല്ലാവരുടെയും ഒരു സ്വഭാവമാണ്. അവിടെ പറയേണ്ടാത്തത് കൂടെ പറയും. അതാണ് ഇവിടെ പറയുന്നത്, രാമനാശകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധ്യർത്ഥം. ഇനി ഭരതനും നീയും കൂടെയുള്ള വല്ല കളിയാണോ ഇത്? അപ്പോൾ ഭരതൻ വന്നു പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഭരതൻ വല്ലതും പറഞ്ഞേൽപ്പിച്ചോ? ജ്യേഷ്ഠനെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഏതെങ്കിലും രാക്ഷസന്മാരെ കൊണ്ട് കൊല്ലിക്കാം എന്നതൊക്കെ നിങ്ങളുടെ പദ്ധതിയാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. പക്ഷേ ഒന്ന് ഓർത്തുകൊള്ളുക, ആ ഭരതൻ അവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും, രാമന് നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. ഇങ്ങനെയാണോ നിങ്ങൾ പദ്ധതിയിട്ടത്? ആ ഭരതനാണോ നിന്നെ കൂടെ പറഞ്ഞയച്ചത്? എന്നിട്ട് ശ്രീരാമചന്ദ്രന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെയും കൂട്ടിയിട്ട് പോയി രാജ്യം ഭരിക്കാം, അതാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും, ഇന്ന് മൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും. അങ്ങനെ നീ സ്വപ്നം കാണുകയേ വേണ്ട. എന്തെങ്കിലും എൻ്റെ ഭർത്താവിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ എൻ്റെ ജീവനെ നശിപ്പിക്കുന്നതാണ്. ചേതസി ഭാര്യാഹരണ ഉദ്യുതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും. രാഘവൻ ഇതൊന്നും മനസ്സിലാക്കാതെ പോയല്ലോ. സോദരബുദ്ധിയ, നീ ഒരു സോദരൻ്റെ വലിയ ത്യാഗമൊക്കെ സഹിച്ചിട്ട് കൂടെ നിന്ന് ഭാര്യയെ ഹരണ ഉദ്യുതനാണ്, ഭാര്യയെ അപഹരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണെന്ന് ആ രാമചന്ദ്രൻ അറിയാതെ പോയല്ലോ. രാമനെ ഒഴിഞ്ഞ് ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത് സത്യമാണ്, നിന്റെ ആ പദ്ധതി ഒന്നും നടക്കുകയില്ല. രാമപാദങ്ങളാണ് സത്യം. എൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പുരുഷനില്ല. ഇത്തരം വാക്കുകേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. ലക്ഷ്മണൻ അതങ്ങോട്ട് കേട്ടിട്ട് തീപ്പൊള്ളലേറ്റതുപോലെയായി, ചെവിയിൽ ഈ തീ കോരി ഒഴിച്ചതുപോലെ. എന്നിട്ട് ദേവിയോട് പറയുകയാണ്, നിനക്ക് നാശമടുത്തിരിക്കുന്നു. വേറെ എന്താ ഞാൻ പറയേണ്ടത്? പാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ചില കർമ്മഫലങ്ങൾ അങ്ങനെയാണ്, അത് അനുഭവിച്ച് തന്നെ തീർക്കണം. ആർക്കും അത് ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി. ചണ്ഡി എന്നതുകൊണ്ട് കോപാകുലെ എന്നർത്ഥം. ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നി? ധിക് ധിക് അത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. അപ്പം ഈ സമയത്ത് ആ വിഭാഗത്തെ മുഴുവൻ കുറ്റം പറയുകയാണ്. എന്താ ചെയ്യുക? ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ അതിന് കാരണം എന്തായിരിക്കും? ഒരു സ്ത്രീയുടെ ദുഷ്ട മനസ്സാണ് ഇവർ ഈ വനവാസത്തിന് കാരണം, കൈകേയിയുടെ. അപ്പം ഇങ്ങനെ ഓരോ സ്ത്രീകളുടെയും മനസ്സ് ദുഷിക്കുമ്പോൾ അത് പലരെയും വേദനിപ്പിക്കുന്നല്ലോ. അതുകൊണ്ടാണ് ലക്ഷ്മണൻ പൊതുവായിട്ട് പറഞ്ഞത്, ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ ക്രൂരചിത്തന്മാരായി പോയല്ലോ. എന്തായാലും എനിക്ക് പോകാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ. മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ. മനുവംശത്തിൽ മനുവംശാധീശനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ പത്നിയെ വഴി പോലെ നിങ്ങൾ പരിപാലിച്ചു കൊള്ളുക. അങ്ങനെ ദേവിയെ, ദേവകളെ ഭരമേൽപ്പിച്ചിട്ട് ആ വനത്തിലെ ദേവന്മാരെയൊക്കെ ഭരം, സംരക്ഷണം ഏൽപ്പിച്ച് മന്ദം പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രിയും. പൂർവജൻ ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രനെ തേടി ലക്ഷ്മണൻ നടന്നു. സീത അപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ. ദശകന്ധരൻ 10 കഴുത്തുള്ളവൻ രാവണൻ. ഈ സംഭവങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് കുറച്ചു ദൂരെ മാറി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രവേശിക്കാനുള്ള അന്തരം, ആ ഒരു സാഹചര്യം കണ്ട് മദനബാണ അന്ധനായി, കാമബാണമേറ്റെന്ന പോലെ അതുപോലെ ആ പ്രണയ പരവേശത്താൽ അവതരിച്ചിടിനാൻ അവനിയിൽ.
ഭൂമിയിൽ അവതരിച്ചു. അവതരിച്ചു എന്നതിൻ്റെ ശരിയായ അർത്ഥം ഭൂമിയിലേക്ക് താഴേക്ക് വന്നു എന്നാണ്. അവ എന്നാൽ താഴേക്ക്, താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരു രാക്ഷസനാണ്, മായാവിയാണ്. അതുകൊണ്ട് തന്നെ ആകാശത്തിൽ തന്നെ അങ്ങനെ പുഷ്പക വിമാനത്തിൽ നിന്നിട്ടുണ്ടായിരിക്കണം. അതാണ് പറഞ്ഞത്. അങ്ങനെ സാഹചര്യം ഒത്തുവന്നപ്പോൾ ഭൂമിയിൽ വന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ രൂപം മാറി ജടയും വൽക്കലവും ധരിച്ച് സന്യാസിയായിട്ട്, സന്യാസ വേഷം ധരിച്ച് ഉടജ അങ്കണേ, ഉടജം എന്നാൽ ആശ്രമം, ആശ്രമമുറ്റത്ത് വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ, രാക്ഷസന്മാരുടെ നാഥനായിട്ടുള്ള രാവണനെ കണ്ടിട്ട് തൽക്ഷണം മായാസീതാദേവിയും വിനീതയായിട്ട് നത്വ നമസ്കരിച്ച് സംപൂജ്യ പൂജിച്ച് ഭക്തിയ ഫലമൂലാദികളും ദത്വ കൊടുത്തിട്ട് സ്വാഗതവാക്യം ഉക്തുവ പറഞ്ഞിട്ട് പിന്നെയും ചൊന്നാൾ. ഇതൊക്കെ ചെയ്തതിന് ശേഷം, വേണ്ടവണ്ണം സത്കരിച്ചതിന് ശേഷമാണ് പറയുന്നത് അത്രയേവ, അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ട്. അത്രൈവ ഇവിടെ തന്നെ ഫലമൂലാദികളൊക്കെ, ഞാനിപ്പോൾ തന്ന ഈ ഭക്ഷണമൊക്കെ ഭുജിച്ചുകൊണ്ട് ഇത്തിരി നേരം ഇരുന്നിടുക തപോനിധേ. അങ്ങ് കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ, എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല. അപ്പോൾ ഭർത്താവ് വരും, ഇപ്പോൾ ത്വത്പ്രിയമെല്ലാം ചെയ്യും. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അങ്ങേക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്യും. അങ്ങനെ ക്ഷുത്രിടാദിയും തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ. ഇപ്പോൾ ക്ഷുത്രിടാദിയും വിശപ്പും ദാഹവുമൊക്കെ തീർത്തിട്ട് അങ്ങ് കുറച്ചു നേരം വിശ്രമിച്ചാലും. അപ്പോൾ സ്ത്രീകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു സംഭവം. അത് ത്രേതായുഗത്തിലായാലും ദ്വാപരയുഗത്തിലായാലും കലിയുഗത്തിലായാലും ശരി, സ്ത്രീകൾ തനിച്ചാണ് എന്ന് അപരിചിതരായി വീട്ടിൽ വരുന്നവരെ അറിയിക്കരുത്. എന്നാൽ അപമാനിച്ചു വിടണം എന്നുമല്ല പറയുന്നത്. ഒരു സുരക്ഷിത അകലം വച്ചിട്ട് ആരെ കാണാനാണ് വന്നത്, എന്തിനാണ് വന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് അവനവൻ്റെ ആ ഒരു വിവേകബുദ്ധി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുക. എന്നിട്ട് മാത്രമേ കോലായിൽ പോലും, നമ്മുടെ വീട്ടിനുള്ളിലേക്ക് ഒട്ടും ഇരുത്തരുത്. ഇനി കോലായിൽ പോലും നമ്മൾ വിളിച്ച് ഇരുത്തുന്നുണ്ടെങ്കിൽ അത് ആരാണ്, എന്തിനാണ് വന്നത് എന്ന് ശരിക്കും വ്യക്തമാക്കിയിട്ട്, വ്യക്തമായി അറിഞ്ഞിട്ട് മാത്രമേ ഇരുത്താവൂ. ഇതൊക്കെയാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇവിടെ സന്യാസി അല്ലേ എന്ന ഒരു വിശ്വാസത്തിലാണ്. അപ്പോൾ സന്യാസവേഷം ആർക്കും ധരിക്കാം. അതുകൊണ്ട് വേഷം കണ്ടിട്ട് ആരെയും വിലയിരുത്തരുത്. അതാണ് ആദ്യം പറഞ്ഞത്. വിവേകബുദ്ധിയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. എന്തായാലും ഇവിടെ സീതാദേവി ആവേശത്താൽ ഉടനെ തന്നെ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുകയാണ്. താനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. എന്നാൽ പോലും സ്വയം അത് വെളിപ്പെടുത്തുകയും കൂടെ ചെയ്യുകയാണ്. ഇത്തരം മായാദേവി മുഗ്ധ ആലാപങ്ങൾ കേട്ടു. മായാ സീതയുടെ മുഗ്ധമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു വർത്തമാനങ്ങൾ കേട്ട് സത്വരം ഭിക്ഷുരൂപി സസ്മിതം, ഒരു ചിരിയോടുകൂടെ ചോദ്യം ചെയ്താൻ ആ സുന്ദരി ദേവിയോട് ചോദിച്ചു, കമലവിലോചനെ കമനീയാങ്കി, നീ ആര് അമലേ, ചൊല്ലിയിടു നിൻ കമിതാവ് ആരെന്നതും. നീ ഇപ്പോൾ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു, അതാരാണ് എന്നതും മാത്രമല്ല, നിഷ്ഠുരജാതികളാം രാക്ഷസരാദിയ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീ ഒരു നാരീമണി താനേ വാഴുന്നതെന്ത്? എനിക്ക് അതിശയം തോന്നുന്നു. ഈ കൊടുങ്കാട്ടിൽ
ഒരു പുരുഷ സഹായവും ഇല്ലാതെ കുറച്ചു നേരത്തേക്കാണെങ്കിൽ പോലും നിഷ്ഠുരജാതികളായ രാക്ഷസന്മാരുള്ള സ്ഥലമാണിത്. മാത്രമല്ല പിടിച്ചു തിന്നുന്ന ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമിയാണ് ഇത്. ഇവിടെ നീ ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീ താനേ വാഴുന്നു. എന്തൊരായുധപാണികളുമില്ലല്ലോ സഹായമായി. ആയുധത്തെ ധരിച്ച ഒരാളും നിനക്ക് സഹായത്തിനില്ലല്ലോ. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ നീ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത്, ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ട് താനും. ഇത് കേട്ടപ്പോൾ മേദിനി സുത അത് കേട്ടുര ചെയ്തിടിനാൾ. പറയുകയാണ്, മേദിനീപതി വരണാം. മേദിനീപതി ഭൂമിപതി എന്നതുകൊണ്ട് ഇവിടെ ക്ഷത്രിയൻ, രാജാവ്, രാജാവായിട്ടുള്ള അയോധ്യാധിപതി, വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനൻ, മൂത്തപുത്രനായിട്ടുള്ള രാമൻ അദ്ഭുതവീര്യൻ തന്നെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ. ഞാൻ ജനകാത്മജയാണ്, ശ്രീരാമചന്ദ്രൻ്റെ പത്നിയാണ്. ഇനി ധന്യനാം അനുജനു ലക്ഷ്മണനെന്നും നാമം. കൂടെ അനുജനും ഉണ്ട് ലക്ഷ്മണൻ. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയാണ്. 14 ആണ്ടു കഴിവോളവും വേണം താനും അതിന് പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. ഞങ്ങളോട് 14 വർഷം ഇങ്ങനെ താമസിക്കാനാണ് അച്ഛൻ ആജ്ഞാപിച്ചത്. ആ 14 വർഷം ആവാനായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. നിൻതിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം. ഇവിടെ ആദ്യം തന്നെ വിളിച്ച് സത്കരിക്കുകയാണ്. അതിന് ശേഷമാണ് ചോദിക്കുന്നത് നിങ്ങൾ ആരാണ് എന്ന്. അതാണ് ആദ്യം പറഞ്ഞത്. ആദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ ആരാണ്, എന്തിനു വന്നു എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആശ്രമത്തിലൊക്കെ ഇവർ പോയതാണ്. ഏകദേശം ആ പരിസരത്തുള്ള ആശ്രമത്തിലൊക്കെ ഉള്ള മുനിമാരെ പരിചിതമാവേണ്ടതാണ്. എന്നിട്ടും കുറച്ചു നേരത്തേക്ക് ആ വിവേകബുദ്ധി നഷ്ടപ്പെട്ടാണ് സീതാദേവി ഇവിടെ സംസാരിക്കുന്നത്. ഇതുവരെ ഇതിനു മുന്നേ എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു മഹർഷി അല്ലെങ്കിൽ ഒരു സന്യാസി ഇവിടെ എന്തിനു വന്നു എന്നൊന്നും ചിന്തിക്കാതെ ആദ്യമേ തന്നെ സത്കരിച്ച് ഇരുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴാണ് ചോദിക്കുന്നത് നിങ്ങൾ ആരാണ് എന്ന്. ഇത് ചോദിച്ചപ്പോൾ രാവണൻ പറയുകയാണ്, എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജ വിലോചനെ പഞ്ചബാണ അധിവാസേ. ഇപ്പോൾ വിളിക്കുകയാണ്, നീ ആരിലും കാമനെ ഉണർത്തുന്നവളാണ്. അതാണ് പഞ്ചബാണ അധിവാസേ പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ. ഇപ്പോൾ സത്യം പറയുകയാണ് രാവണൻ, ഞാൻ രാക്ഷസരാജാവാണ്. ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. സന്യാസവേഷം ധരിച്ചതുകൊണ്ട് നിനക്കറിയില്ലായിരിക്കാം. യഥാർത്ഥത്തിൽ ഞാൻ എല്ലാവർക്കും അറിയുന്ന ആളാണ്. നിർമ്മലെ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിൻമൂലം. നിന്നെക്കുറിച്ച് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. നിന്നെക്കുറിച്ച് അറിഞ്ഞതിനാൽ ഞാൻ കാമാവേശിതനായിട്ട് അങ്ങനെ നിന്നെ കാണാൻ, നിന്നെ കൂടെ കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പോൾ നീ കാരണമാണ് ഇവിടെ വന്നത്. അതിന് നീ പോരണം മയാസാകം, എന്നോടുകൂടെ നീ പോരണം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം. വാനോർ നാട് സ്വർഗലോകം, സ്വർഗലോകത്തേക്കാൾ മനോഹരമായ ലങ്കയിൽ നിനക്ക് വാഴാം. കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ, ഞാൻ ദേവിയുടെ കിങ്കരനെ പോലെ ജീവിക്കാം. എന്ത് ചോദിച്ചാലും ഞാൻ തരാം. താപസവേഷം പൂണ്ട രാമനാൽ എന്ത് ഫലം. ഒരു താപസനായിട്ട് ഈ കാട്ടിൽ അലഞ്ഞു തിരിയുന്ന രാമനെ കൊണ്ട് എന്ത് ഫലമാണ്? താപം ഉൾക്കൊണ്ട് കാട്ടിൽ ഇങ്ങനെ വസിക്കേണ്ട നീ, ഇങ്ങനെ സുന്ദരിയായിട്ടുള്ള നീ ഇത്രയും ദുഃഖമൊക്കെ അനുഭവിച്ച് ഈ കാട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെടാൻ ഉള്ളവളല്ല. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും
ഇപ്പോൾ നിന്നിൽ ഞാൻ ശരണാഗതനായിരിക്കുകയാണ്, നീയാണ് എനിക്ക് ശരണം, നീ എന്നെ അനുസരിച്ച് എൻ്റെ കൂടെ വരണം. അരുണാധരി, അരുണവർണ്ണത്തിലുള്ള അധരമുള്ളവളെ, മഹാഭോഗങ്ങൾ ഭുജിച്ചാലും എൻ്റെ കൂടെ വരൂ, എങ്കിൽ നിനക്ക് ഒരുപാട് സുഖഭോഗങ്ങൾ അനുഭവിക്കാം. രാവണവാക്യമേവം കേട്ട് അതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ട് ജാനകി ചൊന്നാൾ. പെട്ടെന്ന് ആകെ പരിഭ്രമിച്ചു പോയി സീതാദേവി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. രാവണനാണെങ്കിൽ സത്യം ഉള്ളതുപോലെ പറയുകയും ചെയ്തു. പെട്ടെന്ന് ധൈര്യം വീണ്ടെടുത്തിട്ട് ജാനകി ചൊന്നാൾ മന്ദം, കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ, ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. നിന്റെ മരണമടുത്തിരിക്കുന്നു, അതാണ് നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സോദരനോടുകൂടെ ശ്രീരാമദേവൻ വരും. മേദിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഹരിപത്നി സിംഹം. സിംഹത്തിൻ്റെ ഭാര്യയെ ഒരു ശശം, മുയൽ വന്ന് ആക്രമിക്കാൻ നിൽക്കുമോ, അല്ലെങ്കിൽ മുയൽ വന്ന് എതിരിടാൻ നിൽക്കുമോ? അത്ര വിഡ്ഢിയാണോ നീ എന്നാണ് ചോദിക്കുന്നത്. കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ, നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനെ അറിയാഞ്ഞിട്ടാണ്. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴ്വാനുള്ള കാരണം ഇത് നൂനം. ഇതാണ് നിന്റെ അന്ത്യത്തിനുള്ള കാരണമായി തീരുക, അതിന് യാതൊരു സംശയവും വേണ്ട. ഇങ്ങനെ സീതാവാക്യം കേട്ട് രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ട് മൂർച്ഛിതനായ അന്നേരം. ഇത് കേട്ടപ്പോൾ, ഈ ഒരു ധിക്കാരം കേട്ടപ്പോൾ രാവണൻ്റെ കോപം ഇരട്ടിച്ചു. പെട്ടെന്ന് അതുവരെ കാമാവേശിതനായിട്ട് ശരണാഗതനാണ്, കിങ്കരനാണ് എന്നൊക്കെ പറഞ്ഞ രാവണൻ്റെ ഭാവം മാറി വളരെ പെട്ടെന്ന് തന്നെ കോപാക്രാന്തനായിട്ട് തന്നുടെ രൂപം നേരെ കാട്ടിനാൻ. മഹാഗിരി സന്നിഭം, ഒരു വലിയൊരു പർവ്വതം മുന്നിൽ വന്ന് നിന്ന പോലെ. ദശാനനം 10 മുഖങ്ങൾ, 20 മഹാഭുജം, 20 മഹാ കൈകൾ, അത്രയും വലിയ കൈകൾ. അഞ്ജന ശൈലാകാരം, ഒരു അഞ്ജന പർവ്വതം അങ്ങനെ മുന്നിൽ നിന്നതുപോലെ. കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും. ഇത് കണ്ട വനദേവതമാർ പോലും ഭയപ്പെട്ടു. രാഘവ പത്നിയെയും തേരതിലെടുത്തു വച്ച് ആകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. ഒട്ടും താമസിക്കാതെ സീതയെ കടന്നു പിടിച്ചിട്ട് തൻ്റെ തേരിലേറ്റിക്കൊണ്ട് ശീഘ്രം ആകാശമാർഗം യാത്ര തുടങ്ങി. ഹാ ഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ, ഹാ ഹാ മത് പ്രാണേശ്വര പാഹിമാം ഭയാതുരാം. അപ്പോൾ മുതൽ ദേവി കരച്ചിലായി. എൻ്റെ അബദ്ധം, താൻ ചെയ്തു പോയ അബദ്ധം ആലോചിച്ച് സീതാദേവി കരയാൻ തുടങ്ങി, രാമനെ വിളിച്ച് കരയാൻ തുടങ്ങി. ജടായു സംഗമം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരം ഉത്ഥാനം ചെയ്ത് എത്തിനാൻ ജടായുവും. സീതയുടെ വിലാപം കേട്ട് പക്ഷിശ്രേഷ്ഠനായ ജടായു ഉടനെ തന്നെ അവിടെ ഓടിയെത്തി. മുൻപ് രാമലക്ഷ്മണന്മാരുടെ അനുഗ്രഹം വാങ്ങിച്ച ജടായുവിനോട് ഭഗവാൻ പറഞ്ഞിരുന്നു, ഇവിടെ അടുത്ത് തന്നെ താമസിക്കുക. ഒരു പക്ഷേ ഭഗവാൻ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം പറഞ്ഞത്. അങ്ങനെ പഞ്ചവടിക്ക് അടുത്ത് തന്നെ താമസിക്കുന്ന ജടായു ഏറ്റവും വേഗത്തിൽ അവിടെ ഓടിയെത്തി. എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞു, തിഷ്ഠ തിഷ്ഠ അഗ്രേ, മുന്നിൽ അവിടെ നിൽക്കൂ, മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ട് എവിടേക്ക് പോകുന്നു മൂഢാത്മാവേ, നീ ഇത് എവിടെയാ പോകുന്നത്? ഇനി സീതാദേവിയെ കട്ടുകൊണ്ടു പോകുന്നതിനെ ഉപമിച്ചുകൊണ്ട് പറയുകയാണ്. ഇത് എഴുത്തച്ഛൻ്റെ ഉപമയാണ്. അധ്വരത്തിങ്കൽ ചെന്ന്, അധ്വരം എന്നാൽ യജ്ഞശാലയിൽ ചെന്ന് ഒരു ശുനകൻ, ഒരു നായ മന്ത്രം കൊണ്ട് ശുദ്ധമാം, മന്ത്രം കൊണ്ട് പവിത്രമാക്കി വെച്ച പുരോടാശം, ആ യജ്ഞത്തിന് ഹോമിക്കാൻ വെച്ച ആ ഒരു ഹോമദ്രവ്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത് പോലെ. അപ്പോൾ നായ തൊട്ട് അശുദ്ധമാക്കുകയാണ്.
അത്രയും നീചമായിട്ടാണ് രാവണനോട് സംസാരിക്കുന്നത്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇത്രയും പവിത്രമായ സീതാദേവിയെ തൊടാൻ എങ്ങനെ ധൈര്യം വന്നു? അതാണ് അങ്ങനെ ഒരു ഉപമ. പദ്ധതി മധ്യേ, പദ്ധതി വഴിമധ്യേ, രാവണൻ പോകുന്ന വഴിമധ്യേ പരമ ഉദ്ധത ബുദ്ധിയോടും, ഉദ്ധതമായ ബുദ്ധി എന്നാൽ ആ സമയത്തിനനുസരിച്ച് സാഹചര്യത്തിന് ഒത്ത് ഉയരുന്ന ബുദ്ധി, അങ്ങനെയുള്ള ബുദ്ധിയോടും ഗൃധ്രരാജൻ, കഴുക വംശത്തിൽ കഴുകന്മാരുടെ രാജാവ്, അതാണ് ഗൃധ്രരാജൻ. അപ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെ തോന്നുന്നു ആ ജടായുവിനെ? പത്രവാനായുള്ളൊരു കുദ്ധരാജനെ പോലെ. കുദ്ധരാജൻ എന്നാൽ പർവ്വതരാജൻ. പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പണ്ടൊക്കെ പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചിറക് വിരിച്ച പർവ്വതരാജൻ എങ്ങനെയാണോ നിൽക്കുക, അത്രയും വലുപ്പത്തിലുള്ള ശരീരത്തോടു കൂടിയ ജടായു അങ്ങനെ നിൽക്കുകയാണ്. ബദ്ധവൈരത്തോടതിക്രുദ്ധനായി അഗ്രേ ചെന്ന് യുദ്ധവും തുടങ്ങിനാൻ. രാവണനോട് നേരെ ചെന്ന് യുദ്ധം തുടങ്ങി. അബ്ധിയും സമുദ്രം പത്ര അനിലക്ഷുബ്ധമായി, ആ സമുദ്രം ക്ഷുബ്ധമായി ക്ഷോഭിച്ച് മറിഞ്ഞു. അതിന് കാരണം പറയുന്നത് ഈ ജടായുവിൻ്റെ പത്ര അനിലൻ, പത്രം എന്നാൽ ചിറക്, ചിറകിൻ്റെ കാറ്റ്, അത്രയും ശക്തമായ കാറ്റ്, ആ ചിറകടി കൊണ്ട് ഈ സമുദ്രം ക്ഷുബ്ധമായി എന്നാണ് പറയുന്നത്. അങ്ങനെ മാത്രമല്ല, ചമയുന്നിതദ്രികൾ, ക്ഷുബ്ധമായി ചമയുന്നു, ഈ സമുദ്രം ഇളകിമറിയുന്നു. കൂടാതെ അദ്രികൾ ഇളകുന്നു, പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ഇളകിയാടുന്നു. വിദ്രുതം, വളരെ പെട്ടെന്ന് അതുനേരം കാൽ നഖങ്ങളെ കൊണ്ട് ചാപങ്ങൾ പൊടിപെടുത്ത്, ഈ ജടായു തൻ്റെ കാൽ നഖങ്ങളെ കൊണ്ട് രാവണന്റെ ചാപങ്ങളൊക്കെ പൊടിച്ചു, തവിട് പൊടിയാക്കി. രാവണന്റെ ആനനങ്ങളും മുഖമൊക്കെ ഇങ്ങനെ കീറിപ്പറിച്ചു. അങ്ങനെ കീറി മുറിഞ്ഞു വശം കെട്ടു രാവണൻ. തീക്ഷ്ണ തുണ്ടാഗ്രം, തൻ്റെ തീക്ഷ്ണമായ കൊക്കിൻ്റെ അറ്റം കൊണ്ട് തേർത്തടം തകർത്തിതു. കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ, രഥത്തിൻ്റെ ആ കുതിരകളെ മുഴുവൻ ഈ ജടായു കൊന്നൊടുക്കി. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റ് രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. അങ്ങനെ ഈ ജടായുവിൻ്റെ ആക്രമണത്തിലാകെ പക്ഷപാതങ്ങൾ, എന്നാൽ ആ പക്ഷത്തിൻ്റെ അടിയേറ്റിട്ട്, ഈ ജടായുവിൻ്റെ ചിറകിൻ്റെ അടിയേറ്റിട്ട്, അതാണ് പക്ഷപാതം. ആ ചിറകടിയേറ്റ് രാക്ഷസപ്രവരനും ആകെ വശം കെട്ടു. യാത്രയും മുടങ്ങി, മൽകീർത്തിയും ഒടുങ്ങി. എൻ്റെ യാത്ര മുടങ്ങിയല്ലോ, ഇതറിഞ്ഞാൽ എൻ്റെ കീർത്തി, രാക്ഷസ രാജാവിനെ ഒരു പക്ഷി ആക്രമിച്ചു എന്ന ഒരു പേരുദോഷം എനിക്ക് വരുമല്ലോ. ഇങ്ങനെയൊക്കെ ആർത്തി പൂണ്ട് ഉഴന്നൊരു ദുഃഖിച്ചിട്ട് ആ രാത്രിചാരീന്ദ്രൻ അപ്പോൾ ധാത്രീപുത്രിയെ, ഭൂമിയുടെ പുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി. അങ്ങനെ ഭൂമിയിൽ അവിടെ നിർത്തി. പുനരോർത്ത് തൻ ചന്ദ്രഹാസമിളക്കി, ചന്ദ്രഹാസം എന്ന വാൾ ഇളക്കി ലഘുതരം, വളരെ പെട്ടെന്ന് പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ ആ ജടായുവിൻ്റെ ചിറകുകൾ ഛേദിച്ചു. അക്ഷിതി തന്നിൽ, ഭൂമിയിൽ വീണാൻ അക്ഷമനായിട്ടവൻ. തൻ്റെ ക്ഷമ നശിച്ചു, എന്നാൽ ഇനി വേറെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു നിസ്സഹായ അവസ്ഥയിൽ അവൻ താഴെ വീണു. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മീദേവിയെയും കൊണ്ട് അക്ഷതചിത്തത്തോടും, അക്ഷതം എന്നാൽ യാതൊരു മുറിവുമില്ല മനസ്സിന്, അതായത് ഒരു കുറ്റബോധവുമില്ല ഇങ്ങനെ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ, അതാണ് അക്ഷതചിത്തം. അങ്ങനെയുള്ള മനസ്സോടുകൂടെ ദക്ഷിണദിക്ക് നോക്കി മറ്റൊരു തേരിലേറി. മനസ്സിൽ ചിന്തിച്ചപ്പോൾ തന്നെ മറ്റൊരു തേര് വന്നു, അതിലേറി തെറ്റെന്ന് നടകൊണ്ടാൻ. വളരെ പെട്ടെന്ന് തന്നെ വഴിമാറി അങ്ങനെ പോയി. ഉടനെ സീതാദേവി തന്നെ രക്ഷിക്കാൻ ജടായുവിന് എന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് ഇല്ലാതായി. മറ്റാരും പാലിപ്പാനില്ല ഉറ്റവരായിട്ട് എന്നോർത്ത് ഇറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ ആകെ നിരാശയായി. കറ്റവാർ കുഴലിയാം ജാനകീദേവി താനും ഭർത്താവ് തന്നെ കണ്ട്
വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായിക. ജടായുവിനെ അനുഗ്രഹിക്കുകയാണ്. അവിടെ എന്തായാലും പക്ഷം മുറിഞ്ഞ് താഴെ വീണു, പക്ഷേ മരണം, എൻ്റെ ഭർത്താവിനെ കണ്ടിട്ട് എന്നെ ഇങ്ങനെ ഒരാൾ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്ന് പറയുന്നതുവരെ, അത് പറഞ്ഞാലല്ലാതെ നിന്റെ ജീവൻ പോവുകയില്ല എന്നൊരു അനുഗ്രഹം കൊടുത്തു. പൃഥ്വിപുത്രിയും വരം പത്രിരാജന് നൽകി. പൃഥ്വിപുത്രി, ഭൂമിപുത്രിയായ സീതാദേവി ആ ഒരു വരം ആ ജടായുവിന് നൽകി. പൃഥ്വിമണ്ഡലം അകന്നു. അങ്ങനെ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് പോയി. ആശു മേൽപോട്ടു പോയാൾ. ഉടനെ ദേവി കരയാൻ തുടങ്ങി. അയ്യോ രാഘവ, ജഗന്നായക, ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. ഇതൊന്നും മനസ്സിൽ കാണാൻ സാധിക്കാതെ പോയത് എന്താണ് ഭർത്താവേ? രക്ഷോനായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാവം. ലക്ഷ്മണ, നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാ. ദേവരാ എന്നാൽ ഭർത്താവിൻ്റെ അനുജനെയാണ്, അങ്ങനെയാണ് വിളിക്കുക. ദയാനിധേ, നിന്നോട് ഞാൻ പരുഷമായിട്ടൊക്കെ സംസാരിച്ചു. നീ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ എന്നെ തടഞ്ഞത്. പക്ഷേ എനിക്കത് ആ സമയത്ത് അതൊന്നും മനസ്സിൽ വന്നില്ല. രാമ, രാമാത്മാ രാമ, ലോകാഭിരാമ രാമ, ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിത് കാലം. എൻ്റെ അമ്മയായ ഭൂമിയും എന്നെ സംരക്ഷിക്കാനില്ലാതായല്ലോ. പ്രാണവല്ലഭ പരിത്രാഹിമാം ജഗത്പതേ, കൗണവാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുൻപേ. ഈ രാക്ഷസ രാജാവ് എന്നെ കൊന്നു ഭക്ഷിക്കുന്നതിന് മുൻപേ സത്വരം വന്ന് പരിപാലിച്ചു കൊള്ളേണമേ, വേഗം വരണമേ രാമ. സത്വചേതസ, സത്വഗുണമുള്ള മനസ്സോടുകൂടിയവൻ, മഹാസത്വവാരിധേ. സത്വഗുണം ഒരു വിഗ്രഹം സ്വീകരിച്ചതാണ് ഭഗവാൻ. അങ്ങനെയുള്ള അല്ലയോ ശ്രീരാമചന്ദ്ര, ഇത്തരം വിലപിക്കും നേരത്ത് ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ. ഇപ്പൊ സീതാദേവിയുടെ ഈ കരച്ചിൽ കേട്ട് രാമൻ ഉടനെ വന്നു പോകുമോ എന്ന ഒരു ആശങ്കയാൽ ആ രാവണൻ ചിത്തവേഗേന നടന്നിടിനാൻ. അതുനേരം ചിത്തവേഗത്തിൽ, മനോവേഗത്തിൽ, അത്രയും വേഗത്തിൽ ആ രഥത്തെ മുന്നോട്ട് കൊണ്ടുപോയി. പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം, അങ്ങനെ പോകുന്ന വേളയിൽ സീതാദേവി വെറുതെ ഒന്ന് താഴെ നോക്കിയപ്പോൾ അദ്രിനാഥ അഗ്രേ ഒരു വലിയ പർവ്വതം കണ്ടു. ആ പർവ്വതത്തിൽ 5 വാനരന്മാരെ കണ്ടു. വിദ്രുതം, പെട്ടെന്ന് മനസ്സിലൊരു തോന്നലാണ്. വിഭൂഷണ സഞ്ചയം, തൻ്റെ കഴുത്തിലും കാതിലുമൊക്കെയുള്ള വിഭൂഷണങ്ങളൊക്കെ അഴിച്ച് തൻ ഉത്തരീയാർദ്ധ ഖണ്ഡം കൊണ്ട് ബന്ധിച്ചു. തൻ്റെ ഉത്തരീയത്തിൻ്റെ അർദ്ധഭാഗം എടുത്ത് മുറിച്ച് അതിൽ ബന്ധിച്ച് രാമഭദ്രന് കാണാൻ യോഗം വരിക എന്ന് അകതാരിൽ ഇത് രാമചന്ദ്രൻ കാണാനിടയാകട്ടെ എന്ന് സ്മൃത്വ മനസ്സിലാലോചിച്ചിട്ട് കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി. അത് താഴേക്ക് വീഴ്ത്തി. ഈ സീതാദേവി അണിഞ്ഞ ഈ ആഭരണങ്ങളൊക്കെ അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയാദേവി കൊടുത്തതായിട്ട് അതിൽ പറഞ്ഞിരുന്നു. നമ്മൾ ആ ഒരു ഭാഗത്ത് കണ്ടിരുന്നു. അപ്പം ആ ആഭരണങ്ങളൊക്കെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞീലതും അപ്പോൾ. സീതാദേവി താഴേക്കിട്ടത് മത്തനായിട്ടുള്ള, എല്ലാം കൊണ്ടും ഉന്മത്തനായി നിൽക്കുന്ന ആ രാക്ഷസൻ അറിഞ്ഞില്ല. അങ്ങനെ അബ്ധിയും സമുദ്രവും ഉത്തീര്യ കടന്നിട്ട് തൻ പത്തനം, തൻ്റെ പട്ടണത്തിൽ, ലങ്കാപട്ടണത്തിൽ ഗത്വ അവിടെ ചെന്നിട്ട് തൂർണം, വളരെ പെട്ടെന്ന് ശുദ്ധാന്തമധ്യേ മഹാഅശോകാനന ദേശേ, അങ്ങനെ അവിടെ ശുദ്ധമായിരിക്കുന്ന ഒരു പ്രദേശം മഹാഅശോകവനം. അശോകവനത്തിൽ ശുദ്ധഭൂതലെ മഹാശിംശപാ തരുമൂലെ, ശിംശപാ വൃക്ഷത്തിൻ്റെ ആ താഴെയായിട്ട് ഹൃദ്യമാരായ നിജരക്ഷോനാരികളെയും തൻ്റെ ആ ഉദ്യാനത്തിൻ്റെ പാലകരായിട്ടുള്ള കുറച്ച് രാക്ഷസ സ്ത്രീകളെ ദേവിയെ പരിപാലിക്കാൻ നിത്യവും പാലിച്ചുകൊള്ളുക എന്നുറപ്പിച്ച് തൻ്റെ വസ്ത്യം, തൻ്റെ ആ കൊട്ടാരത്തിലേക്ക് ഉൾപുക്കു വസിച്ചിടിനാൻ ദശാനനൻ. അങ്ങനെ സീതാദേവിയെ നോക്കിക്കൊള്ളണമെന്ന് അവിടുത്തെ രാക്ഷസികളോട് പറഞ്ഞിട്ട് രാവണൻ തൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി.
സീതാദേവിയാകട്ടെ ഉത്തമോത്തമയായ ജാനകീദേവി പാതിവ്രത്യമാശ്രിത്യ ഒരു തരത്തിലും രാവണന് വഴങ്ങില്ല എന്ന് ദൃഢവ്രതമെടുത്തിട്ട് വസിച്ചിടിനാൾ അതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി, വസ്ത്രവും മുടിയുമൊക്കെ എത്രയും മലിനമായിട്ട് വക്ത്രവും കുമ്പിട്ട് മുഖം കുമ്പിട്ട് സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാന നിഷ്ഠയ ബഹുയാമിനീചരകുലനാരികളുടെ മധ്യേ, ഒരുപാട് രാക്ഷസ സ്ത്രീകളുടെ ആ ഒരു മധ്യത്തിൽ നീഹാര ശീത ആതപ വാത പീഡയും, നീഹാരം മഞ്ഞ്, ശീതം തണുത്ത കാറ്റ്, ആതപം വെയില്, വാതം കാറ്റ് സാധാരണ കാറ്റ്, ഇതിൻ്റെയൊക്കെ പീഡയും സഹിച്ച് ആഹാരാദികൾ ഏതും കൂടാതെ ദിവാരാത്രം രാവും പകലും ഉറക്കമില്ല, ഭക്ഷണമില്ല, കുളിയില്ല, ഒന്നുമില്ല, ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ട് ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എഴുത്തച്ഛൻ പറയുന്നു, മായാസങ്കടം മനുഷ്യ ജന്മത്തിങ്കൽ ആർക്കില്ലാത്തു. മനുഷ്യനായി ജനിച്ചാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ അവതാര പുരുഷന്മാർക്ക് പോലും സംഭവിച്ചിട്ടുണ്ട്, പിന്നെയാണോ മനുഷ്യന്മാർ? അപ്പോൾ ഒരിക്കലും ദുഃഖം വരാത്ത ഒരു ജീവിതം അത് ഈ ലോകത്ത് ലഭിക്കുകയേയില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദുഃഖവും സുഖവും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുക. ഇതൊക്കെ അവനവൻ്റെ കർമ്മഫലമായിട്ട് അംഗീകരിക്കുക. അങ്ങനെ ആ സുഖത്തിൽ അമിതമായി ആഹ്ലാദിക്കാതെ, അതുപോലെ ദുഃഖം വരുമ്പോൾ ഇതും മാറും, ഇതിനും ഒരു മാറ്റമുണ്ടാകും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഭഗവാനിൽ മനസ്സുറപ്പിച്ച് അങ്ങനെ ജീവിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ എന്ന ഒരു നിർദ്ദേശം കൂടിയാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് തരുന്നത്. സീതാന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം, മായാമൃഗമായി വേഷം കെട്ടി വന്ന ആരെയും ആകർഷിക്കുന്ന രൂപത്തോടുകൂടിയ മാരീച അസുരം, ആ മാരീചാസുരനെ എയ്തു കൊന്നു. കൊന്നതിന് ശേഷം വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. എത്രയും പെട്ടെന്ന് തിരിച്ച് ആശ്രമത്തിലേക്ക് എത്താൻ വേണ്ടി ധൃതി പിടിച്ച് വരുന്ന ആ രാഘവൻ തിരുവടി 4-5 ശരപ്പാട്, ശരപ്പാട് പണ്ടത്തെ കാലത്ത് ദൂരം അളക്കുന്ന ഒരു അളവുകോലാണ് ശരപ്പാട്. ശരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം, അതായത് എത്ര ശരം വെക്കണം എന്ന രീതിയിൽ, അതാണ് ശരപ്പാട്. അപ്പോൾ 4-5 ശരപ്പാട് നടന്നതേയുള്ളൂ. നടന്നോരനന്തരം ബാലകൻ വരവ്, ബാലകൻ എന്നാൽ ഇവിടെ ലക്ഷ്മണൻ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വരുന്നത് ഈഷത്ത് ദൂരവേ, കുറച്ച് ദൂരെയായിട്ട് കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നത് കണ്ട് രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. അങ്ങനെ ലക്ഷ്മണൻ വരുന്നത് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ ഉള്ളിൽ ചില കാര്യങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചു. അതാണ് കരണീയമെന്നാൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. ലക്ഷ്മണനേതും അറിഞ്ഞീലല്ലോ പരമാർത്ഥം. ഇവിടെ മായാസീതയെയാണ് കട്ടുകൊണ്ടുപോയതെന്നും യഥാർത്ഥ സീത അഗ്നിയിൽ ഉണ്ട് എന്നൊന്നും ലക്ഷ്മണൻ അറിഞ്ഞിട്ടില്ല. അതാണ് ലക്ഷ്മണനേതും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. തൽക്കാലം ലക്ഷ്മണൻ ഇതറിയാതിരിക്കുന്നതാണ് നല്ലത്. രക്ഷോനായകൻ കൊണ്ടുപോയത് മായാസീത, ലക്ഷ്മീദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അങ്ങനെ അല്ല എങ്കിൽ ഒരിക്കലും രാവണന് സീതയെ കട്ടുകൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഈ കാര്യവും വന്നുകൂടാ. അഗ്നിമണ്ഡലത്തിലാണ് യഥാർത്ഥ സീതാദേവി ഇരിക്കുന്നത്, എന്നാൽ ലക്ഷ്മണൻ ഇത് ഇപ്പോൾ അറിയേണ്ടതില്ല. അപ്പോൾ ലക്ഷ്മണനെയും ഈ കാര്യം അത് അറിയിക്കാതിരിക്കാൻ ഞാനും
അതാണ് ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതൻ എന്ന പോലെ. ഇനി ഞാൻ കുറച്ചൊന്ന് അഭിനയിക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രാകൃതനെ പോലെ ഞാനും ദുഃഖം അഭിനയിക്കണം. മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ രക്ഷോനായകനുടെ രാജ്യത്തിൽ. അപ്പോൾ ഈ ഒരു കാരണം, അതായത് സീതാന്വേഷണം എന്ന രീതിയിൽ രക്ഷോനായകനുടെ ആ രാക്ഷസനായകനായ രാവണന്റെ രാജ്യത്തിൽ പോയി ചെല്ലാമല്ലോ. എന്നാൽ പിന്നെ എങ്കിൽ മാത്രമേ തത്കുലത്തോടും കൂടെ, ആ രാക്ഷസ കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ, എന്നിട്ടേ അങ്ങനെ രാവണനെ കൊല്ലാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ, അവിടെ പറയുകയാണ് സത്യം, അതായത് അഗ്നിശുദ്ധി വരുത്തണം എന്നൊക്കെയുള്ളൊരു നാടകം അവിടെ കളിക്കേണ്ടിയിരിക്കുന്നു. അതാണ് വ്യാജാൽ സീതയെ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്ക് വൈകാതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ഷയധർമ്മമോട് രാജ്യത്തെ വഴി പോലെ രക്ഷിച്ച്, അക്ഷയധർമ്മം ഒരിക്കലും ക്ഷയിക്കാത്ത ധർമ്മത്തോടെ ഈ അയോധ്യയെ രക്ഷിച്ച് കിഞ്ചിത് കാലം, കുറച്ചു കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോദ്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായിട്ട്, പുഷ്കരോദ്ഭവൻ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതിനനുസരിച്ചാണല്ലോ ഞാൻ അർക്കവംശത്തിങ്കൽ മർത്യനായി പിറന്നതും. സൂര്യവംശത്തിൽ ഞാനിപ്പോൾ പിറന്നത് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. മായാമാനുഷനാകുമെന്നുടെ ചരിതവും, ഇനി ഇങ്ങനെ രാവണനെ കൊല്ലുക മാത്രമല്ല, ഈ ചരിതം ഇത് നമ്മൾ പാടി നടക്കണം, ഭക്തന്മാർക്ക് പാടി നടക്കാനാണ്. മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും, ഇതൊക്കെ ഇനി വരുന്ന കാലത്തെ എൻ്റെ ഭക്തന്മാർ ഇതൊക്കെ കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യുകയാണെങ്കിൽ ഭക്തിമാർഗേണ, ഭക്തിയോടുകൂടെ ഇത് ചെയ്യും. മർത്യൻ അപ്രയാസേന, അങ്ങനെ ചെയ്യുന്ന മർത്യൻ ഒരു പ്രയാസവുമില്ലാതെ മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഭഗവാന്റെ അവതാരം ചില ലക്ഷ്യങ്ങൾക്ക് മാത്രമല്ല, അങ്ങനെയുള്ള വീരചരിതങ്ങളിലൂടെ ഭക്തൻ്റെ മനസ്സിനെ കുളിരണിയിക്കണം. അത് പാടാനും പറയാനും കേൾക്കാനും ആ ഭക്തൻ അങ്ങനെ കൊതിക്കണം. അതിനുവേണ്ടിയാണ് എല്ലാ അവതാരങ്ങളും. ഇനി വീണ്ടും ലക്ഷ്മണനോട് എന്താ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുകയാണ്. ആകയാൽ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പദ്ധതി എന്നതിനാൽ, ആകയാൽ ഇവനെയും വഞ്ചിക്കുക എന്നാൽ തൽക്കാലത്തേക്ക് ചെറിയൊരു അഭിനയം, ദുഃഖിപ്പു ഞാൻ പ്രാകൃത പുരുഷനെപ്പോലെ എന്നകതാരിൽ നിർണയിച്ച്, ഇങ്ങനെ ഉള്ളിൽ നിശ്ചയിച്ചുറപ്പിച്ച ശ്രീരാമചന്ദ്രൻ അവരജനോട് അരുൾ ചെയ്തിടിനാൻ. അനുജനായ ലക്ഷ്മണനോട് ആകെ ആകുലപ്പെട്ട് ചോദിക്കുകയാണ്, പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ? ഇതെന്താ നീ ഇങ്ങോട്ട് പോന്നത്? സീതയ്ക്കാരാ കൂടെയുള്ളത്? എന്തിനിങ്ങോട്ട് പോന്നു? ജാനകി തന്നെ ബലാൽ എന്തിന് വെടിഞ്ഞു നീ? രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്ക് എന്തോ നരുതാത്തതോർത്താൽ നീ എന്ത് വിഡ്ഢിത്തമാണ് ഈ ചെയ്തത്? ഇവിടെ ആളെ പിടിച്ചു തിന്നുന്ന രാക്ഷസന്മാർ, അവർക്ക് ഒരു നീതിയുമില്ല, ന്യായവുമില്ല. അവർ കണ്ട് കഴിഞ്ഞാൽ അപ്പം ഭക്ഷിച്ചു കളയും. അഗ്രജവാക്യമേവം കേട്ട്, ജ്യേഷ്ഠന്റെ വാക്യം കേട്ട് ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടൻ തൊഴുതു വിവശനായി, ആകെ പരവശനായിട്ട് ലക്ഷ്മണൻ നിസ്സഹായനായിട്ടാണ് പറഞ്ഞത്. ഗദ്ഗദാക്ഷരം ഉര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ. താൻ എങ്ങനെ കേട്ട് സഹിച്ചുവോ ആ വചനങ്ങളെ ബാഷ്പവും തൂകി കണ്ണുനീരോടുകൂടെ ശ്രീരാമചന്ദ്രനോട് അതേപോലെ പറയുകയാണ് നേരത്തെ എന്താ സംഭവിച്ചത് എന്ന്. അപ്പോൾ ഇവിടെ ആശ്രമത്തിലിരിക്കുന്ന സമയത്ത്, സീതയും ലക്ഷ്മണനും ഇരിക്കുന്ന സമയത്ത് ഈ ഒരു നിലവിളി കേട്ടു. ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം, ഹാഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടും ഇപ്പോൾ. ഈ ഒരു നിലവിളിയാണ് കേട്ടത്. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ട്, അതായത് രാക്ഷസനായിരുന്ന മാരീചന്റെ വിലാപം കേട്ട് മുഗ്ധഗാത്രിയും സുന്ദരിയായിട്ടുള്ള ആ സീതയും തവനാദം എന്നുറക്കയാൽ, ഭഗവാനെ അങ്ങയുടെ നാദമാണെന്ന് സീതാദേവി തെറ്റിദ്ധരിച്ചു. അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലാപിച്ചു.
എന്നിട്ട് സത്വരം ചെന്ന് രക്ഷിക്ക എന്ന് എന്നോട് അരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ, ചിത്തമോഹവും വേണ്ട, സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതം ഇത് നൂനം. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞു, ഇത് എൻ്റെ ജ്യേഷ്ഠൻ്റെ ശബ്ദമല്ല, ഇതൊക്കെ ആ രാക്ഷസന്മാരുടെ കളികളാണ് എന്ന് നൂനം ഇതൊക്കെ പറഞ്ഞിട്ടും കാൽക്ഷണം പൊറുക്കെന്ന് ഞാൻ പലവുരു ചൊന്നേൻ. കുറച്ചു നേരമെങ്കിലും ഒന്ന് ക്ഷമിച്ചിരിക്കൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. എന്നത് കേട്ട് ദേവി പിന്നെയും ഉര ചെയ്താൾ എന്നോട് പലതരം. പക്ഷേ ഇന്നവയെല്ലാം ഇപ്പോൾ നിൻ തിരുമുമ്പിൽ നിന്ന് ചൊല്ലുവാൻ പണിയെന്നാൽ. ജ്യേഷ്ഠത്തി എന്നോട് പറഞ്ഞ എല്ലാ വാക്കുകളും അങ്ങയോട് എനിക്ക് പറയാൻ സാധിക്കില്ല. അത്രയും സഹിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ജ്യേഷ്ഠത്തി പറഞ്ഞത്. സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ച് ദേവകളെ പ്രാർത്ഥിച്ച് രക്ഷാർത്ഥമായി. ഇനിയും അവിടെ നിന്നാൽ എനിക്കിത് കേട്ടിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ദേവകളെ പ്രാർത്ഥിച്ച് രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. അങ്ങനെ ജ്യേഷ്ഠത്തിയുടെ സഹിക്കാൻ പറ്റാത്ത കൂരമ്പുകൾ പോലെയുള്ള വാക്ക് കേട്ട് സഹികെട്ട് ഞാൻ ഇറങ്ങി വന്നു പോയതാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, എങ്കിലും പിഴച്ചിതു പോന്നത് സൗമിത്രേ നീ, എന്നാലും വരരുതായിരുന്നു. ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ? ഇങ്ങനെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് പേര് ഈ ലോകത്തുണ്ടാകും. ഒരിക്കലും അവനവൻ്റെ മനസാക്ഷിക്കനുസരിച്ചല്ലാതെ ഒരു കാര്യവും ചെയ്യരുത്. ഇനി അതാര് പറഞ്ഞാലും ശരി. അതാണ് ഭഗവാൻ നമുക്ക് തരുന്ന ഉപദേശം. അതാരുമാവട്ടെ, ഒരുപക്ഷെ നിങ്ങൾക്ക് ധിക്കരിക്കാൻ സാധിക്കാത്ത ഒരാളായിരിക്കാം പറയുന്നത്. പക്ഷേ നിങ്ങളുടെ മനസാക്ഷി എന്താണോ പറയുന്നത് അത് മാത്രമേ ചെയ്യാവൂ. കാരണം മനസാക്ഷി എന്ന് പറയുന്നത് ആ ഈശ്വരനാണ്. ഈശ്വരൻ നമ്മളോട് പറയുന്നതാണ് നമുക്ക് നമ്മൾ കേൾക്കേണ്ടത്. അപ്പോൾ അതാണ് ഭഗവാൻ പറയുന്നത്, എന്നാലും നീ പോരരുതായിരുന്നു. എന്നിട്ട് ഒരു സ്വാഭാവികമായിട്ട് ഒരു ലോക കാര്യം പറയുകയാണ്. യോഷമാരുടെ വാക്ക് സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്ന് നീ അറിയുന്നതില്ലേ. ഇവിടെ യോഷമാർ എന്നാൽ സ്ത്രീകൾ എന്നതുകൊണ്ട് ആ ഒരു സ്ത്രൈണഭാവം, ഒന്നിനെയും വിവേചിച്ചറിയാത്ത ഒരു തരം ചിന്താഗതിയുള്ള, അവിടെ ആ ശരീരം കൊണ്ടല്ല സ്ത്രീകൾ എന്നുദ്ദേശിക്കുന്നത്, കാര്യങ്ങൾ വിവേചിച്ചറിയാത്ത ആളുകൾ. അവരുടെ വാക്ക് സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്ന് നീ അറിയുന്നതില്ലേ. രാക്ഷസാം പരിശകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇനി എന്താണാവോ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? വേഗം വരൂ. ഇങ്ങനെ നനച്ച് ഉടജാന്തർഭാഗത്തിങ്കൽ ചെന്ന് ആ ആശ്രമത്തിൻ്റെ മുറ്റത്തെത്തി. പക്ഷേ എങ്ങുമേ നോക്കിക്കാണാൻ ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടു. കണ്ടോ, അവിടെ ദുഃഖിച്ചു എന്നല്ല, ആ ദുഃഖഭാവത്തെ താൽക്കാലികമായിട്ട് രാമചന്ദ്രൻ വരുത്തിക്കുകയാണ് ചെയ്തത്. നിഷ്കളൻ എന്നാൽ ഭഗവാൻ ആരാണ്? ഒന്നിനോടും സംഘമില്ലാത്ത, ഒരു കലർപ്പുമില്ലാത്ത നിഷ്കള ബ്രഹ്മമാണ്. ആത്മാരാമനാണ്, എപ്പോഴും ആനന്ദിക്കുന്നവനാണ്, നിർഗുണൻ, ആത്മാനന്ദൻ. പക്ഷെ അങ്ങനെയുള്ള ഭഗവാനാണ് ഇവിടെ തൽക്കാലം ഒരു അഭിനയം. അങ്ങനെ ദേവിയെ വിളിച്ച് കരയുകയാണ്. ഹാഹാ വല്ലഭേ സീതേ, ഹാഹാ മൈഥിലീനാഥേ, ഹാഹാ ജാനകീ ദേവി, ഹാഹാ മത് പ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറയുകയും കാനനം തോറും നടന്ന് അത്തൽ പൂണ്ടന്വേഷിച്ചു. ആകെ വിറളി പൂണ്ട് വെപ്രാളം കൊണ്ട് അന്വേഷിച്ചു കാണാഞ്ഞു വിവശനായി. അങ്ങനെ ഭഗവാൻ വിളിച്ച് കരയുകയാണ്. വനദേവതമാരെ, നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ? സത്യം ചൊൽവിൻ. വനജേക്ഷണ അതായത് വനത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ ആസ്വദിക്കണമെന്ന് മുൻപ് ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വനത്തെ കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ സീതയെ നിങ്ങൾ കണ്ടുപോ വനദേവതമാരെ.
മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ. മൃഗലോചന, മാൻ മിഴിയാൾ, അങ്ങനെയുള്ള സീതയെ കണ്ടുവോ? പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മളാക്ഷിയെ, നല്ല മാംസളമായ കണ്ണുകളുള്ള ആ മമ എൻ്റെ ആ പക്ഷ്മളാക്ഷിയെ ചൊല്ലുവിൻ പരമാർത്ഥം. പക്ഷി സഞ്ചയങ്ങളോട് ചോദിക്കുകയാണ്. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ, താമര പോലെയുള്ള കണ്ണുകളുള്ള ആ സുന്ദരിയെ, എൻ്റെ ഭാര്യയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു? യുദ്ധമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു, സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. ഈ തിരയുന്നതാരാണ്? സർവദൃക്, എല്ലാറ്റിൻ്റെയും കണ്ണായിരിക്കുന്നവൻ, സർവേശ്വരൻ, സർവജ്ഞൻ, സർവാത്മാവാം സർവകാരണൻ, അനേകൻ, അചലൻ. ഇതൊക്കെ ആ പരമാത്മാവിൻ്റെ വിശേഷണങ്ങളാണ്. പരിപൂർണൻ, നിർമ്മലൻ, നിരാകാരൻ, നിരഹങ്കാരൻ, നിത്യൻ, ചിന്മയൻ, അഖണ്ഡ ആനന്ദാത്മകൻ, ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ. കാര്യമാനുഷൻ, അതായത് കാരണമായ പരമാത്മാവിൽ നിന്ന് സ്വയം ഒരു ഗുണത്തെ സ്വീകരിച്ചു വന്ന കാര്യമായിരിക്കുന്ന ആ മാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി, അജ്ഞാനികളായ നമ്മെ ബോധിപ്പിക്കാനായി. തത്വജ്ഞന്മാർക്ക് സുഖദുഃഖ ഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല അജ്ഞാനമില്ലായ്കയാൽ. ഭഗവാൻ എന്നത് ആ തത്വമാണ്. ആ തത്വത്തെ അറിയുന്നയാളും ഭഗവാനെ പോലെ തന്നെയാണ്. സുഖം ദുഃഖം ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നും അവരുടെ ഉള്ളിൽ തോന്നുകയില്ല. കാരണം അജ്ഞാനമില്ലായ്കയാൽ. അജ്ഞാനം ഈ മായ തന്നെ. ആ മായയിൽ പെട്ട് ഭ്രമിക്കുന്നവർക്കാണ് സുഖം ദുഃഖം ഇങ്ങനെയുള്ള രണ്ട് ദ്വന്ദ്വം ഉള്ളത്. അതില്ലാത്തവർക്ക് ദുഃഖമേ ഇല്ല, സുഖവുമില്ല ദുഃഖവുമില്ല, എപ്പോഴും ഒരു പരമാനന്ദമാണ് എന്ന ഒരു കാര്യവും കൂടെ എഴുത്തച്ഛൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്.